നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ കീം എൻട്രൻസ് എക്സാം ഈ മാസം 5-ാം തീയതി തുടങ്ങുകയാണ്. കുട്ടികളൊക്കെ നല്ല രീതിയിലൊക്കെ പ്രാക്ടീസ് നടത്തിയവരുമുണ്ട്, ജസ്റ്റ് ആയിട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ എക്സാം എഴുതാൻ റെഡി ആകുമ്പോൾ അവിടെ ചെന്നിരുന്ന് നമ്മുടെ എക്സാം ഹോളിലിരുന്ന് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എങ്ങനെ എഴുതണം എന്നുള്ളത് നേരത്തെ ഏകദേശം ഒരു ധാരണയോടുകൂടി പോകുന്നത് നല്ലതായിരിക്കും. ഏകദേശം ഒരു കാൽക്കുലേഷൻ, ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് എഴുതും, ഇത്ര എണ്ണമൊക്കെ റെഡി ആയാൽ എത്ര മാർക്ക് കിട്ടും, ഇത്ര എണ്ണം പോയാൽ മീൻസ് ഞാൻ എഴുതുന്നതിനുള്ളിൽ കുറച്ച് തെറ്റിപ്പോയാൽ എന്നാലും കുഴപ്പമില്ല, എത്ര എണ്ണം മാക്സിമം നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണം, ഏറ്റവും കുറഞ്ഞത് എത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഈ ഒന്നും പഠിക്കാത്തവർ പോകുന്ന ചെറിയ പരിപാടി ഉണ്ടെന്നറിയോ, ഫുൾ ആൻസർ ചെയ്തിരിക്കും. നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 150 റെഡിയാണ്, അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ശരിയായി തരാം, 15 മിനിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ആവരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അല്ലാതെ ഫുൾ ക്വസ്റ്റ്യൻസും അങ്ങ് അറ്റൻഡ് ചെയ്ത് തീർക്കുക. കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും എഴുതാൻ സാധ്യതയില്ല. ഒത്തിരി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യും. കാരണം തെറ്റാൻ പാടില്ല എന്നുള്ളൊരു മനസ്സിലൊരു ബോധ്യമുണ്ട്. പക്ഷെ ഒന്നും പഠിക്കാത്തവർക്കാണെങ്കിൽ ഒന്നുമേ പഠിച്ചിട്ടില്ലല്ലോ, എല്ലാം നമുക്കറിയാവുന്ന പോലെ മീൻസ് അങ്ങ് ആൻസർ ചെയ്ത് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ആൻസർ ചെയ്യേണ്ടത് വളരെ വളരെ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇന്ന് എത്തിക്കാൻ പോകുന്നത്. ഒട്ടുമേ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ മീൻസ് എളുപ്പം പറഞ്ഞിട്ട് പോകുക എന്നുള്ളതാണ്. നമുക്ക് ആർക്കുമേ സമയമില്ല, പ്രത്യേകിച്ച് നിങ്ങളാണ് ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങളുടെ ടൈം നമ്മൾ ഒരിക്കലും കളയാനല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളോടൊന്ന് എത്തിയിട്ട് ഉടൻ പോയേക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മോശമല്ലാത്ത നല്ലൊരു റാങ്ക് കിട്ടാൻ വളരെ സഹായകരമാവും. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഉടൻ തന്നെ മറ്റൊരാളോടൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ രീതി കൂടെ ആയിരിക്കും. എങ്ങനെയാണെന്ന് നോക്കിയാണ്, അറ്റംപ്റ്റ് ഓൺലി ഈസി ആൻഡ് മീഡിയം ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെയും ഡിഫിക്കൽട്ടിയിൽ ടോപ്പല്ല മീഡിയം ഡിഫിക്കൽട്ടി പ്രോബ്ലംസുകളെയും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ക്വസ്റ്റ്യൻസുകളും പല രീതിയിൽ കൂടെ, ചിലർക്ക് ഇപ്പോൾ അറിയാവുന്ന ഈസി ക്വസ്റ്റ്യൻ വന്നിരിക്കാം, വേറെ ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ കൂടെ ഈസി ആകുന്ന പ്രോബ്ലംസുകളെ ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യണം. മീഡിയം ലെവലിൽ വരുന്നതിനെയും ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഉറപ്പായിട്ട് ലീവ് ചെയ്യേണ്ടത് എങ്ങനത്തെയാണെന്ന് നോക്കിക്കേ, ലീവ് ഡിഫിക്കൽട്ട് ലെവൽ പ്രോബ്ലംസ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്ട്രാറ്റജി ഇങ്ങനെയായിരിക്കണം. അല്ലാതെ എല്ലാത്തിനും എടുത്തങ്ങ് എഴുതുന്ന രീതി ആവരുത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഡു നോട്ട് സ്പെൻഡ് മോർ ദാൻ 3 minutes ഓൺ എനി ക്വസ്റ്റ്യൻ. നിങ്ങൾ ചുമ്മാതെ ഒരു ക്വസ്റ്റ്യനെ പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്ന സമയം കളഞ്ഞ് പോകരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം ശ്രദ്ധിക്കണം. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3.5 മാക്സിമം. ഓക്കെ, 2 തൊട്ട് 3.5 വരെ ആ റേഞ്ച് പറയാം. 3-3.5 മിനിറ്റിനുള്ളിൽ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തേക്കണം അല്ലെങ്കിൽ വിട്ടേക്കണം. ഓക്കെ, അടുത്തതിലൂടെ ഓടിക്കണം. അല്ല അവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പല ക്വസ്റ്റ്യൻസുകളും എഴുതാനുള്ള സമയം കിട്ടില്ല. ലാസ്റ്റ് പിന്നെ എല്ലാം കൂടെ കറപ്പിച്ചുകൊണ്ട് വരേണ്ടി വരും. ഓക്കെ, അങ്ങനെ കറപ്പിക്കുക അല്ലല്ലോ, ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് അതിൽ എളുപ്പം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത സമയം ചുമ്മാതെ പോയി കഴിഞ്ഞാലുള്ള പണി അതാണ്. അങ്ങനെ ചെയ്യരുത്. നെക്സ്റ്റ്, ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു 90 to 120 ക്വസ്റ്റ്യൻസുകൾ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു മിനിമം 90 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ ഒരു മാക്സിമം 120 വരെ പോയാൽ ഓക്കെയാണ്. 120 മുകളിലോട്ട് പോകുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞത് ഓക്കെ. അങ്ങനെയൊക്കെ ഒരു 120 വരെ ഒരു മീഡിയം ലെവലിൽ ആൾക്കാർ മീൻസ് കൂടുതലും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണം. ആ രീതിയിൽ കൂടെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടെ കേടുപാടുകളൊന്നും സംഭവിക്കാതെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇനിയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയുള്ള സമയമുണ്ടല്ലോ പലർക്കും ഇങ്ങനെ 5, 6, 7 പല ഡേറ്റുകളിലാണ്. നിങ്ങൾ ഏകദേശം ഒരു 5 year ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. മീൻസ് പഴയതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറോടൊക്കെ ഒന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്ത് സോൾവ് ചെയ്ത് കിട്ടിയതിനെ ഒന്ന് നോക്കാനോ ഒക്കെ ശ്രമിക്കണം. വളരെ സിമിലറായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സാമിനുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ. അപ്പം നിങ്ങളായിട്ട് കുറേ പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് എവിടുന്നാന്നുള്ള ടോപ്പിക്ക് തിരിച്ചറിഞ്ഞ് വേണം പഠിക്കാൻ. അതിനെപ്പോഴും വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളുടെ കളക്ഷനാണ്. അത് കുറേ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ഈ രീതിയിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലെയും പ്രോബ്ലംസുകളെ കുറിച്ചൊരു ഐഡിയ കിട്ടും. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാം കൂടെ ഒരു സക്സസ് ആയിട്ടുള്ള രീതിയിൽ കൂടെ അങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ കൂടെ മാർക്ക് പോകാൻ ശ്രമിക്കുക.
അപ്പോൾ നിങ്ങളിപ്പോൾ 100 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ ഇപ്പോൾ ഒരു 80 എണ്ണം ശരിയായി, 20 എണ്ണം പോയി. അപ്പോൾ അതിനനുസരിച്ച് എത്ര മാർക്ക് കിട്ടുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതിയിൽ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് എത്ര എണ്ണം എഴുതണം എന്നുള്ളതൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കൂടെ എനിക്ക് ഇത്ര മാർക്ക് വേണം എന്ന് ചിന്തിക്കുക, അല്ലാതെ എല്ലാവരും ഒരേ മാർക്കിനെ എല്ലാവരെയും പറയുന്നത് പലർക്കും പല രീതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വേണ്ടതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാൻ ഇത്രയൊക്കെ മതി. ഇതിനുള്ളിൽ നിന്നും നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എത്ര എണ്ണം ഇതിനകത്ത് ശരിയാവും, എത്ര എണ്ണം അറ്റൻഡ് ചെയ്യുന്നതിനുള്ളിൽ എത്ര എണ്ണമൊക്കെ ഏകദേശം പോയാൽ നിങ്ങൾക്ക് മാക്സിമം നെറ്റായിട്ട് ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ സ്ട്രാറ്റജി നിർത്തുകയാണ്. നിങ്ങൾ ഇനി കാരണം കൂടുതൽ സമയം കളയുന്നില്ല. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ ഇതായിപ്പോൾ സമയം ടൈം ഇങ്ങനെ മോശമാക്കി കളയേണ്ടി വരും. ഇനി ഞാൻ പറയുന്നില്ല, ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം നിങ്ങളുടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.